സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്നത് ഒരു വീഡിയോ, എന്താ പറയുക, ഒരു ഫ്ലോപ്പ് അല്ലെങ്കിൽ ബ്ലൂപ്പർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാഷ്മി എന്ന് പറയുന്ന ഒരു അവതാരകനെ നമുക്കറിയാം. എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന, വളരെ വ്യക്തവും സ്ഫുടവുമായിട്ട് സംസാരിക്കുന്ന, എന്ത് വിഷയം വന്നാലും ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ സംസാരിക്കുന്ന ഒരു നല്ലൊരു അവതാരകൻ, നല്ലൊരു ജേർണലിസ്റ്റ്. അങ്ങനെയൊരു ഹാഷ്മിയെ നമ്മൾ എല്ലാ തവണയും കണ്ടിട്ടുള്ളത് ഈ രീതിയിൽ തന്നെയാണ്. അതായത് എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു കർക്കശക്കാരനായിട്ടുള്ള, ഒരു ധൈര്യശാലിയായിട്ടുള്ള, ഒറ്റ തന്തയ്ക്ക് പിറന്ന ആളൊരുത്തനെന്ന് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏത് വിഷയം എടുത്താലും, അതിന് ഇടതുപക്ഷം ചെയ്യുന്നതായിക്കോട്ടെ, BJP ചെയ്യുന്നതായിക്കോട്ടെ, വലതുപക്ഷം ചെയ്യുന്നതായിക്കോട്ടെ, ഏത് വിഷയം എടുത്താലും എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. നമുക്കറിയാം, മാധ്യമപ്രവർത്തന രംഗത്ത് മാധ്യമപ്രവർത്തകരെല്ലാം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അഹോരാത്രം പണിയെടുക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് ഇപ്പം LDF, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, LDFനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണെന്ന് വെച്ചോ. അവർ LDFിൻ്റെ ഭാഗത്ത് എന്ത് വിഷയം ഉണ്ടായാലും അതിനെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് നിന്നിട്ട് മറ്റുള്ള പാർട്ടിക്കാരെ കുറ്റം പറയുന്ന രീതിയിലായിരിക്കും പോവുക. എന്നാൽ ഈ ഹാഷ്മി എന്ന് പറയുന്നൊരു വ്യക്തി എല്ലാ പാർട്ടിയെ പറ്റിയും അതിനെപ്പറ്റി എന്തൊക്കെ അപരാധങ്ങളും അവർ ചെയ്യുന്നുണ്ടോ അതെല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു നല്ലൊരു വ്യക്തിത്വമാണ്. നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പറയുന്ന വാക്കുകളിലെ ആ ഒരു ചേർച്ചയും, പറയുന്ന വാക്കുകളിലെ വ്യക്തതയും, പറയുന്ന വാക്കുകളിലെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഹാഷ്മിയുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ രീതിയും എല്ലാം നമ്മളെല്ലാവരെയും ഒരുപാട് ത്രസിപ്പിച്ചതും, നമ്മളെല്ലാവരെയും ഒരുപാട് കോരിത്തരിപ്പിച്ചതും, നമ്മളെല്ലാവരും ഒരുപാട് ഫാനായി മാറിയതുമാണ് ഹാഷ്മിയുടെ പല പ്രസ്താവനകളിലുമൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോയിൽ ഹാഷ്മിയും അതേപോലെ തന്നെ കൈരളി TVയിലെ പഴയൊരു അവതാരികയുണ്ട്. ആ അവതാരികയും കൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഹാഷ്മി തീയും തുപ്പും എല്ലാം തുപ്പും, നിനക്കുള്ള പ്രയോജനം സതീശൻ്റെ ഇടതും രാഹുലിൻ്റെ കയ്യിൽ നിന്നും കിട്ടും, കയറി ചെന്നുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പല കമൻറ്റുകളും ഉണ്ട്. അപ്പം അങ്ങനെ ഈ കൈരളി TVയിൽ നിന്ന് വന്നിരിക്കുന്ന അവതാരിക ഈ ഹാഷ്മിയോട് പല കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹാഷ്മി പറയുന്നത് ഇങ്ങനെയാണ്: മോഹൻലാലുമായുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഒരു പൗരന് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഇലക്ഷൻ 2026 ആ ഒരു ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പരിപാടിയിൽ SKNനും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഈ കൈരളി TV അല്ലെങ്കിൽ കൈരളി ചാനലിലുണ്ടായിരുന്ന ഈ അവതാരിക ഹാഷ്മിയുടെ അണ്ണാക്ക് അടച്ചുകൊണ്ട്, അല്ലെങ്കിൽ അണ്ണാക്കിൽ കൊടുത്തുകൊണ്ട് തന്നെ ഒരു മറുപടി പറയുന്നത്. അതായത് ഹാഷ്മി പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും നികുതി പണം കൊണ്ട് സർക്കാർ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുത്തു മോഹൻലാലിനെ വെച്ചുകൊണ്ട്. ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് മാത്രം ചിലവായിരിക്കുന്ന 11 ലക്ഷം രൂപയോളമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ നികുതി പണം വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്നാണ് ഹാഷ്മി ചോദിക്കുന്നത്. അങ്ങനെ ഹാഷ്മിക്ക് നികുതി പണത്തിൽ നിന്ന് ആ ഒരു പൈസ എടുത്ത്, അല്ലെങ്കിൽ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി, അതിൻ്റെ വലിയ രീതിയിലുള്ള വിഷമം ഹാഷ്മി പറയുമ്പോൾ ആ ഒരു അവതാരിക ഹാഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ചെയ്തതിനെ നികുതി പണം എടുത്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്ന ഹാഷ്മി, മുൻപ് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഒരു PR വർക്ക് എന്ന് പറയാം, അങ്ങനെ തന്നെ പറയണം, PR വർക്ക് ചെയ്യുന്ന കുറച്ച് ടീം, ആ ടീം അന്ന് 2 സംഘങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ട് ഏകദേശം 5 കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ രീതിയിലൊരു ഇൻ്റർവ്യൂ എടുത്തത്. ആ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ 5 കോടി രൂപയോളം ചിലവായിട്ടുണ്ട്. ഇതിപ്പോൾ 11 ലക്ഷമാണെങ്കിൽ അന്ന് 5 കോടി രൂപയോളം ചിലവായിട്ടുണ്ട്. അതും പൊതുഖജനാവിൽ നിന്ന് എടുത്ത പണമാണ്. അന്നും നമ്മുടെ നികുതി പണം കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്. അന്നും ഒരു വിഷമവും ഇല്ലാത്ത ഹാഷ്മി ഇന്ന് വന്നിട്ട് ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ചെയ്തപ്പോൾ ഇതിനെ ന്യായീകരിക്കുന്ന ഒരു രീതി, ആ രീതി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഹാഷ്മിയുടെ ഒരു നിലപാടും ഹാഷ്മിയുടെ നിലവാരവും എന്താണെന്ന് എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്ത് പറഞ്ഞാലും അത് വ്യക്തമായിട്ട്, ഏത് പാർട്ടിയെ പറ്റിയാണെങ്കിലും വ്യക്തമായിട്ട് പറയുന്നൊരു ഹാഷ്മി ഈ ഒരു കാര്യത്തിൽ മാത്രം തൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട്, അല്ലെങ്കിൽ തൻ്റെ ഒരു നിലവാരം എന്താണെന്നുള്ളത് ആകെ പൊളിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് വന്നു. ഇങ്ങനെ കാണാനായിട്ട് എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു, പക്ഷേ അങ്ങനെ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ എന്താണ് അവിടെ നടന്നതെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഈ 11 ലക്ഷം എന്ന് പറയുന്നത് എന്റെയും ദിലീപേട്ടനെയും സാറിന്റെയും അസ്തയുടെയും ഗോവിച്ചേട്ടൻ നികുതി പണത്തിനെടുത്ത പൈസയാണ്. ആ ഇന്റർവ്യൂവിൽ നിന്നും ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഗോവിച്ചേട്ടൻ ഇന്റർവ്യൂ ഉണ്ടല്ലേ, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അതിൽ പ്രയോജനമുള്ള എന്തുണ്ട്? അല്ല അങ്ങനെ ഒരു കോടി രൂപ വരെ പ്രതിഫലം വാങ്ങാവുന്ന ഒരു നടനാണ് മോഹൻലാൽ. മോഹൻലാൽ പൈസ വാങ്ങിച്ചിട്ടില്ല. അതായത് നമ്മുടെ പരിപാടിക്ക് വരുമ്പോൾ അദ്ദേഹം പൈസ വാങ്ങാറുണ്ടോ? അത് ജനങ്ങൾക്ക് അറിയുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ പൈസ ആയിരിക്കും ചിലപ്പോൾ. ഉമ്മൻചാണ്ടി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു പൗരൻ എന്നുള്ളതിലേക്ക് നമുക്കറിയേണ്ട വികസനം, രാഷ്ട്രീയം ഒന്നും അതിനെപ്പറ്റി സംസാരിക്കുന്നേ ഇല്ല. എല്ലാ ചാനലുകൾക്കും ഓൺലൈൻ ഇവിടെ മുതലാണ് ആ പെൺകുട്ടി സ്കോർ ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ഹാഷ്മി എല്ലാ വാക്കുകളെയും അമ്മാനമാടിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ഹാഷ്മിക്ക് ഒന്നും പറയാനില്ലാതെ ആയി പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉള്ള ഹാഷ്മിയുടെ
ആ ഒരു മെഴുകലുകളും ഹാഷ്മിയുടെ ആ ഒരു വാക്കുകളിൽ വരുന്ന ഒരു വിള്ളലുകളുമൊക്കെ നമുക്കവിടെ ശ്രദ്ധേയമായിട്ട് കാണാൻ സാധിക്കും. ഒന്നും പറയാൻ പറ്റുന്നില്ല ഹാഷ്മിക്ക്. എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തന്നെ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല. കാരണം ആ പെൺകുട്ടി ഹാഷ്മിക്ക് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാഷ്മി പെട്ടുപോകുന്നൊരവസ്ഥ. ഇങ്ങനൊരു അവസ്ഥയിൽ ഹാഷ്മിയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വിഷമമുണ്ട്, എന്നാലും ഹാഷ്മി ഈ ഒരു അവസ്ഥയിലേക്ക് പോയി എന്ന് കാണുമ്പോൾ ഹാഷ്മി ഈ ഒരു എന്താണ് ഹാഷ്മിയുടെ നിലപാട്, രാഷ്ട്രീയ നിലപാട് എന്താണെന്നുള്ളതൊക്കെ കാണുമ്പോൾ ആ ഒരു വിഷമം കൂടെ അങ്ങ് മാറുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താണ് ഹാഷ്മി മെഴുകാൻ പോകുന്നതെന്നും ആ പെൺകുട്ടി എന്താണ് കത്തിക്കാൻ പോകുന്നതെന്നുമുള്ളത് കണ്ടു നോക്കാം. നിങ്ങൾക്കും അടക്കം 1 മണിക്കൂറിലധികം എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഒരു അല്ല, ഈ പറഞ്ഞ ചോദ്യത്തിൽ അസ്തയ്ക്ക് പ്രയോജനമുള്ള ഒരൊറ്റ ചോദ്യം. ഞാൻ പറയാം. അതുകൊണ്ടാ ചോദ്യങ്ങൾ ചോദിച്ച SKN ഉൾപ്പെടെയുള്ള ആളുകളോട്. അല്ല, അത് വേറെയാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ 11 ലക്ഷം രൂപ മുടക്കി ചെലവഴിച്ച ആ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അതിൽ ആ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്ത ചെലവ് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ അത് സംപ്രേഷണം ചെയ്തതിനടക്കം നൽകിയ തുകയാണ്. അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ ഹാഷ്മിക്ക് ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യവും ആ ഇന്റർവ്യൂവിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഞാൻ പറയട്ടെ ഹാഷ്മി, ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ 11 ലക്ഷം രൂപ മുടക്കി ചെലവഴിച്ച് എടുത്ത ഇന്റർവ്യൂവിൽ ഹാഷ്മിയുടെയും എന്റെയും ഉൾപ്പെടെ നികുതി പണം ഉൾപ്പെടുത്തി ചെലവഴിച്ച് നടത്തിയ ആ ഇന്റർവ്യൂവിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒന്നുമില്ലെന്നാണെങ്കിൽ എനിക്ക് മുൻപ് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സീഡിറ്റ് വഴി ഒരു സംഘത്തെ നിയോഗിച്ച് PR എന്ന് തന്നെ വിശേഷിപ്പിക്കാമല്ലോ, അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ഭീമമായ തുക അതിന് ചെലവഴിച്ചിരുന്നു ഹാഷ്മി. 2 ടീമുകളിലായി മാത്രം ഈ വർഷങ്ങളിലായി 3.5 കോടി രൂപ ഈ PR പ്രവർത്തനങ്ങൾക്കായി ചെലവിട്ടിട്ടുണ്ട്. അപ്പോൾ അന്നും ഹാഷ്മിയുടെ ആ നോട്ടം പണി പാളിയല്ലോ മച്ചമ്പി, അല്ലെ പണി കിട്ടിയല്ലോ എന്നുള്ള രീതിയിലാണ്. ഇനി ഞാൻ എന്ത് പറയും എന്നുള്ള രീതിയിലാണ് ഹാഷ്മി ഇങ്ങനെ വാക്കുകൾ കിട്ടാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടി എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ, എനിക്ക് എന്ത് പറയാൻ പറ്റും? ഹാഷ്മി സ്റ്റുഡിയോയിലിരുന്ന് പറയുന്ന കാര്യങ്ങളല്ല ഇത് നേരെ മുൻപിലിരുന്നു കൊണ്ട് ഒരാൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാഷ്മിയുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനെന്താണ് ഹാഷ്മി പറയാൻ പോകുന്നതെന്നും ഇതിനെ എന്താണ് ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്താണ് ഹാഷ്മി സംസാരിക്കുന്നത് കേട്ട് നോക്കാം. എന്റെയും ഹാഷ്മിയുടെയും നികുതി പണത്തിൽ ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ അതായത് നമ്മളിപ്പോ ഇവിടെ എന്താണ് ഇവിടെ യൂത്തിനെതിരെ മര്യാദ ഉണ്ടാകുമ്പോഴത്തേക്ക് VS ഫണ്ട് വിജയ്ക്കെതിരെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ VS ഫണ്ട് ആൾക്കെതിരെ അല്ലെങ്കിൽ വിജയരാമൻ എന്ന് പറയാൻ പാട്ടുപൊട്ടറി കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് ഈ പറയുന്ന പോലെ എന്റെയും അല്ല ആ സമയത്തും നികുതി പണത്തിൽ എടുത്ത് ചെലവാക്കി. എന്റെ ചോദ്യം, ഇവിടെ മോഹൻലാൽ CM ഇന്റർവ്യൂവിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അസ്തയ്ക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും പോയിട്ട് കിട്ടിയോ? അത് ഡിഫൻസ് അല്ലേ? ഹാഷ്മിക്ക് പ്രയോജനമില്ല എന്നുള്ള കാര്യം അതാ ഞാൻ പറഞ്ഞത്. ഹാഷ്മി, ഞാൻ ഇന്റർവ്യൂ കണ്ടു, ഹാഷ്മി പെട്ടു. സംരക്ഷണം ചെയ്തത് ഞാൻ അതാണ് പറഞ്ഞത്. ഡിഫൻസ് ആണ്. അത് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? എന്റെ ആവശ്യം ചിലപ്പോൾ ഹാഷ്മിക്ക് അനാവശ്യമായിരിക്കാം. ഞാൻ അതാണ് പറഞ്ഞത്. അതിൽ പ്രയോജനമുള്ള ഒന്നുമില്ല നമുക്ക് എങ്ങനെ പറയാൻ? മാറിയ കാലത്ത്, അതായത് പഴയ കാലം ലൈറ്റ് പണ്ട് ആകാശവാണിയിൽ ആളുകൾ ഇരുന്ന് ചർച്ച ചെയ്യും പോലെയല്ല, കാലം മാറി. ഈ 11 ലക്ഷം ഹാഷ്മി പെട്ടു. 11 ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് ഹാഷ്മി എന്തൊക്കെയോ വലിയ രീതിയിൽ മെഴുകാൻ വന്നപ്പോൾ ആ പെൺകുട്ടി കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 5 കോടി മുടക്കി അന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി ചെയ്തൊരു കാര്യം, അന്ന് ചെയ്തിരിക്കുന്ന ഒരു PR വർക്ക്, അതും നമ്മുടെ നികുതി പണത്തിൽ നിന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹാഷ്മിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഹാഷ്മി പറയുന്നത് നമ്മൾ അങ്ങനെ ബൗണ്ടറി ഡിസ്കഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസ്കഷൻസ് നടത്തേണ്ട, അന്ന് നടന്നത് ഇപ്പോൾ എന്തിനാണ് വീണ്ടും നടത്താൻ പോകുന്നത്? അന്നും മോഹൻലാലിനെ വെച്ചുകൊണ്ട് തന്നെയാണ് നടത്തിയത്. അന്ന് നടത്തിയപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ ഇന്ന് നടത്തിയതിനെ വലിയ രീതിയിൽ കുറ്റം പറയുമ്പോൾ ഹാഷ്മിയുടെ നിലപാട്, രാഷ്ട്രീയ നിലപാട്, ഹാഷ്മിയുടെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് നമുക്കിവിടെ മനസ്സിലാവും. UDFന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഹാഷ്മിയെ വിശേഷിപ്പിക്കാം. അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഹാഷ്മിയുടെ നിലപാട് ആ രീതിയിലാണ് ഹാഷ്മി തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഹാഷ്മി നല്ല സ്വതന്ത്രനായിട്ട് സംസാരിക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നമ്മളിപ്പോൾ വീണ്ടും ഒന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് ഹാഷ്മി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പലപ്പോഴും ഹാഷ്മിയെ പറ്റി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഈ രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ടും ഈ രീതിയിലുള്ള ഹാഷ്മിയുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് കൊണ്ടും മാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലുമൊക്കെ നമ്മൾ ഹാഷ്മിയെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളതാണ്. ഹാഷ്മിയെ പറ്റി പലപ്പോഴായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സംഭവം വരുമ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് കണ്ടതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ അറിയിക്കണമെന്ന് വിചാരിച്ചത്. ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പ് ഒരു ജേർണലിസ്റ്റിനും ചേരുന്നതല്ല. ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഹാഷ്മി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ വഴി തിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്.
ഈ ചർച്ചാ വിഷയങ്ങളെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി ചെയ്തപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ചെയ്താൽ കുഴപ്പമാണ്, UDF ചെയ്ത് ഒരു പ്രശ്നമല്ല, LDF ചെയ്യുന്നതാണ് പ്രശ്നം, വാക്കുകൾ ഇടറിക്കൊണ്ട് പലപ്പോഴായിട്ട് സംസാരിക്കുന്ന ഹാഷ്മി. അതിൽ കമൻറ്റ് ബോക്സിൽ സൈബർ ഇടത്തിൽ ഒരുപാട് ഹാഷ്മിക്കെതിരെ വെല്ലുവിളികളും ഹാഷ്മിക്കെതിരെ ഒരുപാട് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അന്ന് ചെയ്തതിനൊരു കുറ്റവുമില്ലാതെ ഇന്ന് വന്ന് കുറ്റം പറയുന്നത് നിനക്ക് എന്ത് യോഗ്യതയാണ്, എന്ത് വാല്യൂ ആണുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഞാൻ എന്തായാലും അങ്ങനെ പറയുന്നില്ല, കാരണം പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന അത്ര നല്ല പരിപാടിയല്ല ഹാഷ്മി. എന്തായാലും ഹാഷ്മിയുടെ ആ ഒരു കൊമ്പ് ഒടിച്ച് വിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മൾ കാണുന്നത്. ഹാഷ്മിക്ക് ഒരു തരത്തിലും ആ പെൺകുട്ടിയുടെ മുൻപിൽ തോറ്റു എന്ന് പറയാനും പറ്റുന്നില്ല. ഹാഷ്മിക്ക് തോറ്റു കൊടുക്കാനായിട്ട് ഹാഷ്മിയുടെ മനസ്സ് അനുവദിക്കുന്നുമില്ല, ധൈര്യം അനുവദിക്കുന്നില്ല, ഹാഷ്മിയുടെ നിലപാടുകൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാഷ്മി ആ പെൺകുട്ടിയുടെ മുന്നിൽ ജയിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ചയും കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തുതന്നെയാണെങ്കിലും ആ പെൺകുട്ടി നല്ല രീതിയിൽ വന്ന് തീയിട്ടിട്ട് പോയിട്ടുണ്ട്. ഹാഷ്മിയുടെ വാ അടപ്പിച്ചിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാൻ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ഒരുപാട് ക്ലിപ്പുകളുണ്ട്, പക്ഷേ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. കിട്ടുന്ന അനുസരിച്ച് മുറയ്ക്ക് ഞാൻ നിങ്ങളെ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.